അടുത്തത് വോളിയം ചാർജ് ഡെൻസിറ്റി. എന്താണ് വോളിയം ചാർജ് ഡെൻസിറ്റി? നമ്മൾ ആദ്യത്തെ കേസിൽ 1 ഡയമെൻഷണൽ പറഞ്ഞു, രണ്ടാമത്തെ കേസിൽ 2 ഡയമെൻഷണൽ പറഞ്ഞു. ഈ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ഡയമെൻഷണൽ ആണ്. അതായത് ആദ്യത്തേത് ഒരു ലെങ്ത് മാത്രമായിരുന്നു, രണ്ടാമത്തേത് ഏരിയ ആയി, മൂന്നാമത്തെ കാര്യമാണ് വോളിയം ചാർജ് ഡെൻസിറ്റി. അത് വോളിയവുമായി ബന്ധപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയാണ്. അതിനുവേണ്ടി നമ്മളൊരു സ്ഫിയർ എടുക്കുന്നു. ഇതൊരു സ്ഫിയർ ആണ്, നമ്മൾ സർക്കിളാണ് വരച്ചിരിക്കുന്നത്, പക്ഷേ അതൊരു സ്ഫിയർ ആണെന്ന് നമ്മൾ സങ്കല്പിക്കുക. അതിൻ്റെ വോളിയമാണ് വി. ആ സ്ഫിയറിലേക്ക് നമ്മൾ എന്ത് കൊടുത്തു? കുറച്ച് ചാർജുകളെ കൊടുത്തു. അതും അല്ലെങ്കിൽ ആ സ്ഫിയറിൻ്റെ ടോട്ടൽ ചാർജാണ് ക്യാപിറ്റൽ ക്യൂ. അങ്ങനെയെങ്കിൽ ചാർജ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സ്ഫിയറിൻ്റെ അല്ലെങ്കിൽ ചാർജ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു 3 ഡയമെൻഷണൽ ബോഡിയുടെ വി വോളിയമുള്ള ഒരു 3 ഡയമെൻഷണൽ ബോഡിയുടെ വോളിയം ചാർജ് ഡെൻസിറ്റി എന്താണ്? വോളിയം ചാർജ് ഡെൻസിറ്റിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റോ എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ വെച്ചിട്ടാണ്. അതായത് റെസിസ്റ്റിവിറ്റിയുമായി നമ്മൾ ബന്ധപ്പെടുത്തി കേട്ടിട്ടുള്ള ഒരു സിമ്പിളാണ് റോ. റെസിസ്റ്റിവിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പിളാണ് റോ. അതുതന്നെയാണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്നത്. വോളിയം ചാർജ് ഡെൻസിറ്റി ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സിമ്പിൾ റോ. ഇനി എന്താണ് വോളിയം ചാർജ് ഡെൻസിറ്റി? ഇറ്റ് ഈസ് ദ ചാർജ് പെർ യൂണിറ്റ് വോളിയം. അതായത് ഒരു ചാർജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 3 ഡയമെൻഷണൽ ബോഡിയുടെ വോളിയം വി ആണെങ്കിൽ അതിൻ്റെ ചാർജ് ക്യൂ ആണെങ്കിൽ അതേ ബോഡിയുടെ യൂണിറ്റ് വോളിയത്തിൽ ഉള്ള ചാർജിൻ്റെ എമൗണ്ട് ആണ് വോളിയം ചാർജ് ഡെൻസിറ്റി. ഇനി ഈക്വേഷൻ എങ്ങനെ എഴുതാം? റോ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ വി. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്തിരിക്കുന്ന ബോഡിയുടെ ടോട്ടൽ ചാർജാണ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്തിരിക്കുന്ന ബോഡിയുടെ വോളിയവുമാണ്. ഇനി എന്തായിരിക്കും അതിൻ്റെ SI യൂണിറ്റ്? ഇറ്റ്സ് SI യൂണിറ്റ് ഈസ് കൂളം മീറ്റർ റേസ് ടു -3. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്യൂ എന്ന് പറയുന്ന ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കുളമാണ്. വോളിയം എന്ന് പറയുന്ന അതായത് വി എന്ന് പറയുന്ന വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ റേസ് ടു -3. അതായത് വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്. ക്യൂ ഡിവൈഡഡ് ബൈ വി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കൂളം പെർ മീറ്റർ ക്യൂബ്. അതും അല്ലെങ്കിൽ കൂളം മീറ്റർ റേസ് ടു -3. 3 തരത്തിലുള്ള ചാർജ് ഡെൻസിറ്റിയെ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു. ആദ്യത്തേത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആയിരുന്നു, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. രണ്ടാമത്തേത് സർഫസ് ചാർജ് ഡെൻസിറ്റി ആയിരുന്നു, ചാർജ് പെർ യൂണിറ്റ് ഏരിയ. മൂന്നാമത്തേത് വോളിയം ചാർജ് ഡെൻസിറ്റിയാണ്, ഇറ്റ് ഈസ് ദ ചാർജ് പെർ യൂണിറ്റ് വോളിയം.